الحمد لله الواحد القهار اللهم صل وسلم على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റുന്നത് പറയാം. സമകാലികം ആണ്. അപ്പോൾ സമകാലികം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടത് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത് വഖഫാണ്. വഖഫിൻ്റെ സമകാലികത എന്തായിരിക്കും ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മുനമ്പം. അതിനേക്കാളും അപകടമുള്ളത് വേറെ ഉണ്ട്. ഞാൻ വഖഫ് എന്താണെന്ന് നമ്മളതിൻ്റെ ദീനിയായ വശങ്ങൾ വളരെ വിശദമായിട്ടൊന്നും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി സൂചിപ്പിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രയാസകരമായ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറെ വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കാം. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാനമാണ്. അതായത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് സ്ഥിരമായ നിലക്ക് ഒരു ദാനം ചെയ്യുക. പക്ഷെ അതിൻ്റെ അസുല് നിലനിർത്തുക, എന്നിട്ട് അതിൻ്റെ ഫായിദ, അതിൻ്റെ പ്രയോജനം ദാനമായിട്ട് നിശ്ചയിക്കുക. ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അല്ലാത്ത നിലക്ക് സ്വതക്ക ജാരിയകളുണ്ട്. ചില സ്വതക്ക ജാരിയ വഖഫ് ആകും, ചില വഖഫ് സ്വതക്ക ജാരിയ, പക്ഷെ രണ്ടും ഒന്നല്ല. അതായത് അതിൻ്റെ അടിസ്ഥാനം നിലനിർത്തണം. അത് വിൽക്കാനോ അനന്തരം എടുക്കാനോ ഒന്നും പറ്റില്ല. വഖഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിർത്തി വെക്കുക, പിടിച്ചു വെക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അസുല് പിടിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ പ്രയോജനം സ്ഥിരമായി, അതിന് കാലാവധി നിശ്ചയിക്കാൻ പറ്റില്ല. ഞാനൊരു സ്വത്ത് 5 കൊല്ലത്തിന് വഖഫ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് സ്ഥിരമായിട്ട് ഉടമസ്ഥാവകാശം അതോടുകൂടി നീങ്ങും. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, അനന്തരം എടുക്കാൻ പറ്റില്ല. ഈ വഖഫ് അതിൻ്റെ തെളിവെന്താണ് ശറഅയിൽ? ഒന്ന് നേരത്തെ പറഞ്ഞ സ്വതക്ക ജാരിയയുടെ തെളിവ് തന്നെ. വ്യാപകമായി വിഷയത്തിലുള്ള ഹദീസുകൾ നമുക്കറിയാം. അതുകൂടാതെ ഇതിൻ്റെ അടിസ്ഥാനമായി അതിൻ്റെ നിയമങ്ങളൊക്കെ മര്യാദകളൊക്കെ നിർണ്ണയിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ള സംഭവം ഉമർ ഖത്താബുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഖൈബറിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഭൂമി, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭൂമി, അത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിപ്രായം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിനത് പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിർദ്ദേശിച്ചു കൊടുത്തത്, നിനക്കിഷ്ടമാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിൻ്റെ പ്രതിഫലം, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ നീ ദാനം ചെയ്യുക, അത് നിലനിർത്തിക്കൊണ്ട്. അത് വിൽക്കാനോ അനന്തരം എടുക്കാനോ പറ്റാത്ത നിലക്ക് ദാനമായി നിശ്ചയിച്ചിട്ട് അതിൻ്റെ വിഭവങ്ങൾ നീ പാവപ്പെട്ടവർക്ക്, അതുപോലെ കുടുംബ ബന്ധുക്കൾക്ക്, അതുപോലെ അടിമമോചനത്തിന്, യാത്രക്കാരുടെ വിഷയത്തിൽ, അതിഥികൾക്ക് വേണ്ടി ഒക്കെ നീ നിശ്ചയിച്ചു കൊടുക്കുക. അതിന് മേൽനോട്ടം ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ആവശ്യത്തിന് അതിൽ നിന്ന് ഭക്ഷിക്കാം. അവന് തൻ്റെ കൂട്ടുകാരെ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കാം, പക്ഷെ സംഭരിച്ച് വെക്കാൻ പാടില്ല ആവശ്യത്തിന് വേണ്ടി. ഇങ്ങനെ ചില അതിൻ്റെ നിബന്ധനകൾ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും അങ്ങനെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഹദീസാണ് വഖഫിൻ്റെ തെളിവായിട്ടും അതിൻ്റെ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നതിലൊക്കെ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നത്. തീർന്നു പോകുന്നൊരു സാധനം വഖഫ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 10 ചാക്കാരി വഖഫ് ചെയ്തു എന്ന് പറയില്ല, സദഖ ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു മരം വഖഫ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ മരം മുറിച്ച് വെക്കാൻ പറ്റില്ല. മരം നിലനിർത്തിയിട്ട് അതിൽ നിന്നുള്ള ആദായം, ഒരു തോട്ടം, അതിൻ്റെ ആദായം, ആ രീതിയിലാണ് ചെയ്യാം. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ പലരും ഈ രീതിയിൽ പലതും ചെയ്ത് നമുക്ക് കാണാം. വളരെ പ്രസിദ്ധമാണ് മദീനയിലെ കിണർ വാങ്ങി ദാനം ചെയ്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അതുപോലെ അദ്ദേഹം തന്നെ ദാനം ചെയ്ത ഈത്തപ്പനത്തോട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മസ്ജിദ് ഖുബാവും മസ്ജിദ് ഹറമും സ്ഥാപിച്ചത് വിലക്ക് വാങ്ങിയ ഭൂമി വഖഫാക്കിക്കൊണ്ടാണ്. 2 യതീം മക്കളുടെ സ്വത്താണ് മദീന ഭൂമി നിൽക്കുന്ന സ്ഥലം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി എന്നിട്ട് വഖഫ് ചെയ്തു. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തെളിവുകൾ. ഇത് പിന്നീട് വളരെ വ്യാപകമായി ഉമവി ഭരണകാലത്ത് ഇത്തരം സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് പ്രത്യേക ഭരണ വിഭാഗമുണ്ടായി. അബ്ബാസി ഭരണകാലത്ത് കുറച്ചുകൂടി വളർച്ച പ്രാപിച്ചു.
ഉസ്മാനി ഭരണകാലത്തും അങ്ങനെ തന്നെ. അപ്പോൾ ആശുപത്രികൾ വരെ, പിന്നെ യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികളൊക്കെ വഖഫിൽ നിന്ന് അതിൻ്റെ വരുമാനം ഉപയോഗിച്ച് നടത്തുന്ന സമ്പ്രദായം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി. ഇന്ത്യയിലും ധാരാളം വഖഫ് സ്വത്തുക്കൾ പഴയ കാലത്തുണ്ടായിരുന്നു. അത് പലതും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കാലം മുതൽ തന്നെ വഖഫ് സംരക്ഷിക്കുവാൻ ആവശ്യമായ നിയമങ്ങളും അതിനു വേണ്ട പ്രത്യേക സംവിധാനങ്ങളൊക്കെ നാട്ടിൽ നിലവിൽ ഉണ്ടായിരുന്നു. 1913 മുതൽ ഈ വിഷയത്തിലുള്ള വിവിധ നിയമങ്ങൾ നടപ്പിലാക്കിയതായിട്ട് കാണാൻ സാധിക്കും. 1954 വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് 1960 സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോൾ വഖഫ് ബോർഡൊക്കെ ഒരു വലിയ ഭീകരജീവിയായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്വത്ത് എപ്പോൾ വന്ന് ചോദിച്ചാലും കൊടുക്കേണ്ടി വരും, പിന്നെ തിരിച്ചു കിട്ടൂല, അങ്ങനത്തെ എന്തോ ഒരു സ്വത്വമാണ് എന്ന രീതിയിലൊക്കെ. പക്ഷേ അത് ഈ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഇസ്ലാം ഭീതിയും ഇസ്ലാം വെറുപ്പൊക്കെ വളർത്താനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരണം വഖഫ് ബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ മറ്റ് മത സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ഒന്നാണ്. പിന്നെ നമുക്കതുപോലെ ചർച്ചിനൊന്നും കാണാൻ പറ്റില്ല. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ അതിലുണ്ട്. കാരണം നാട്ടിലെ ധർമ്മസ്ഥാപനങ്ങൾ ഇസ്ലാമിക വഖഫാണെങ്കിൽ അതിന് വഖഫ് ബോർഡുണ്ട്. വഖഫ് ബോർഡ് മുതലാളിയല്ല. അങ്ങനെയൊക്കെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ, ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്വത്തുള്ള ആൾക്കാർ വഖഫ് ബോർഡാണ്, ഇന്ത്യൻ വഖഫ് ബോർഡാണ്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് ഒരു വഖഫ് സ്വത്തിൻ്റെ മേലും ഉടമസ്ഥാവകാശം ഇല്ല. അതിൻ്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുക, അത് അന്യാധീനപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കുക. ഓരോ വഖഫിനും അതിൻ്റേതായ നിബന്ധനകൾ ഉണ്ടാകും. വാഖിഫിന് നിശ്ചയിക്കാം അള്ളാഹുവിൻ്റെ ദീനിൽ പുണ്യമായ ദീനിൻ്റെ ഏതെങ്കിലും നിയമത്തിനെതിരല്ലാത്ത എന്ത് നിബന്ധനകളും ഒരാൾക്ക് അയാളുടെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നടത്തിക്കൊണ്ടു പോകുന്നുണ്ടോ നോക്കലും അതിൽ അന്യായം വരാതെ ശ്രദ്ധിക്കലും അതിനുള്ളൊരു മേൽനോട്ട സമിതിയാണ് യഥാർത്ഥത്തിൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡും ഒക്കെ. അതുപോലെ ദേവസ്വം, അതുപോലെ ഗുരുദ്വാരകൾക്ക് ഒക്കെ സംവിധാനങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ചർച്ചുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്നത് അവരുടെ ആഗോള നിയമം അനുസരിച്ച് ചർച്ചിൻ്റെ സ്വത്തൊക്കെ ഇറ്റലിയിലുള്ള വത്തിക്കാനിലിരിക്കുന്ന പോപ്പിൻ്റെ സ്വത്താണ്. അതിൻ്റെ ഭരണം അവർ നിർവഹിക്കുന്നത് ഓരോ രാജ്യത്തെ നിയമത്തിന് വിധേയമായിട്ടല്ല. ഓരോ രാജ്യത്തും പോപ്പ് നിശ്ചയിച്ച മെത്രാന്മാരാണ് അയാളുടെ അവിടുത്തെ പ്രതിപുരുഷൻ. അപ്പോൾ അവിടുത്തെ താൽക്കാലിക അതിൻ്റെ കൈകാര്യക്കാരൻ ആ മെത്രാനുമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള നിയമം, പിന്നെ അവർ നാട്ടിലെ നിയമ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷനാണ് അവർ ചെയ്ത് അവരുടെ സ്വത്ത് ഉടമപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ സ്വത്തിൽ അവരുടേതായ സഭാസ്വത്തിൽ യാതൊരു നിലക്കുള്ള രാജ്യത്തെ നിയമങ്ങൾക്കും പ്രവേശനമില്ല എന്ന് ഉറപ്പുവരുത്തിയ ആളുകളാണ് ഇസ്ലാമിനെതിരെ, വഖഫിനെതിരെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ദുഷ്പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ മുനമ്പം വഖഫിനേക്കാൾ വലിയ പ്രശ്നം വേറെ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ വഖഫ് ഭേദഗതി, കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം. അപ്പോൾ അവരതിൻ്റെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ. ഇപ്പോൾ അത് നടപ്പാക്കുന്നത് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഇന്നലെ അതിൻ്റെ കാലാവധി ഒരു വർഷം, അടുത്ത 2025 ഡിസംബർ വരെ JPCയുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പുതിയ നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാവില്ല എന്ന് മാത്രം. അത് അതുവരെ നീട്ടാൻ ചില രാഷ്ട്രീയ കാരണങ്ങൾ വേറുണ്ട്. ബീഹാറിൽ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ 2 പ്രധാന ഘടകകക്ഷികളിലും കൂടി എതിർപ്പുള്ളതുകൊണ്ടാണ്, പ്രതിപക്ഷത്തിൻ്റെ മാത്രം സമ്മർദ്ദം കൊണ്ടല്ല തൽക്കാലം അത് മാറ്റി വെച്ചിട്ടുള്ളത്. ആ നിയമം എന്താണ് നമുക്ക് ഈ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുത്താൻ പോകുന്ന പ്രയാസങ്ങൾ എന്നുള്ളത് ഒന്ന് ചെറിയ രീതിയിൽ പറയാം. ഇപ്പോഴത്തെ ആക്ട് അനുസരിച്ച് ഈ വഖഫിന് ഒരാൾ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ഇന്ന സ്വത്തിൻ്റെ രൂപത്തിൽ വഖഫ് ചെയ്ത് പറഞ്ഞത് വഖഫായി. അതിന് രേഖ ശർഈയായിട്ട് നിർബന്ധമല്ല. അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി അത് പൊതുജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ അത് വഖഫായി. പക്ഷേ രേഖ ഉണ്ടായാലാണ് നല്ലത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇസ്ലാമികമല്ലാത്ത മറ്റ് സമ്പ്രദായങ്ങളിലൊക്കെ. അപ്പോൾ ഇതിലൊക്കെ അവർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഏതൊരാൾക്കും അയാൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ വഖഫ് ചെയ്യാൻ നിലവിലുള്ള 1995 കേന്ദ്ര വഖഫ് ആക്ടിൽ അതിനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഈ ബില്ല് പറയുന്നത് ഒരാൾ മുസ്ലിമായിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കണമെന്ന്. ഒരാൾ മുസ്ലിമായാൽ 5 വർഷത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വഖഫ് ചെയ്യാൻ പറ്റൂല. ഒരാൾ പുതുതായിട്ടും ഇസ്ലാമിലേക്ക് വന്ന സ്വത്തുള്ള ഒരാളാണെങ്കിൽ അയാളത് വഖഫ് ചെയ്യുന്നതിന്
നിയമപരമായി തടസ്സം ഉണ്ടാക്കുകയാണ്. അതുപോലെ വഖഫ് അലൻ നഫ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഒരാൾക്ക് സ്വന്തം കൈകാര്യത്തിൽ തന്നെ വഖഫായിട്ട് ഉപയോഗിക്കാം. അയാളുടെ കാലശേഷം അത് അനുവദിക്കുന്നില്ല പുതിയ ബില്ലിൽ. പിന്നെ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി സർവേ കമ്മീഷനുണ്ട്. ആ സർവേ കമ്മീഷൻ ഇപ്പോൾ അത് ഒരു കമ്മീഷൻ വെച്ചിട്ടാണ് നിശ്ചയിക്കുക തർക്കം. പക്ഷേ അത് പുതിയ ബില്ലനുസരിച്ച് ആ അധികാരം കമ്മീഷൻ ഉണ്ടാവില്ല. ഇനി അത് ജില്ലാ കളക്ടർമാർക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കളക്ടർ പറയേണ്ടതാണ് അതിലെ അന്തിമ തീർപ്പ് എന്നൊരവസ്ഥ വരും. അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഏതെങ്കിലും വഖഫാണ് എന്ന് അങ്ങനെ വഖഫായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വല്ല സ്വത്തും ഗവൺമെൻറ് അധീനത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ അതും രേഖകൾ പരിശോധിച്ച് വീണ്ടെടുക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ പുതിയ ബില്ല് നിയമമാകുന്നതോടുകൂടി അതിൽ കലക്ടർക്കാണത് നിശ്ചയിക്കാനുള്ള അധികാരം. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഗതി തീർപ്പാകുന്നത് വരെ അത് വഖഫായിട്ട് പരിഗണിക്കില്ല. പിന്നെ അപ്പോൾ പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് നിലവിലുള്ള വഖഫുകളൊക്കെ തർക്കഭൂമിയാക്കി മാറ്റാനും പിന്നെ കലക്ടറുടെ തീർപ്പനുസരിച്ച് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ വഖഫ് കൗൺസിൽ, കേന്ദ്ര വഖഫ് കൗൺസിൽ നിലവിൽ യൂണിയൻ മിനിസ്റ്റർ, കേന്ദ്രമന്ത്രി, അതുപോലെ അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, പിന്നെ അതിൽ മെമ്പർമാരുണ്ടാകും. ഈ മെമ്പർമാരെന്ന് പറയുന്നത് പാർലമെൻറ്റ് അംഗം, അതുപോലെ ഒരു പ്രഗത്ഭനായ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അതുപോലെ സുപ്രീം കോർട്ടിലെയോ ഹൈക്കോർട്ടിലെയോ ജഡ്ജ്, പിന്നെ ഇസ്ലാമിക നിയമങ്ങളിൽ അവഗാഹമുള്ള ഒരു പണ്ഡിതൻ. ഇത്ര ആളുകൾ ഉള്ളതാണ് നിലവിലുള്ള കേന്ദ്ര വഖഫ് കൗൺസിൽ. അതിലെല്ലാവരും മുസ്ലിം ആകണം, ഈ മന്ത്രി ഒഴികെ. കാരണം മന്ത്രി എപ്പോഴും അങ്ങനെ മുസ്ലിം മന്ത്രി ഉണ്ടാവണമെന്നില്ല, ബാക്കി എല്ലാവരും മുസ്ലിം ആകണം എന്നുള്ളത് നിയമമാണ്. അതുപോലെ ഈ ബോർഡിൽ 2 സ്ത്രീകളും വനിതകളും ഇതിൽ മെമ്പർമാരായിരിക്കണം. ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും 2 പേര് വനിതകളായിരിക്കണം. പുതിയ ബില്ലനുസരിച്ച് MP-യോ ഈ പറഞ്ഞ ജഡ്ജോ അതുപോലെ ഈ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന പ്രഗത്ഭനായ വ്യക്തിയോ മുസ്ലിമാകണമെന്നില്ല. പിന്നെ ഇവിടെ ഇലക്ഷൻ ആണെങ്കിൽ ഇവിടെ നോമിനേഷനാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ഒരു ജഡ്ജ് എന്ന രീതിയിലേക്ക് അത് പോകും. പിന്നെ അതിലുള്ള മുസ്ലിങ്ങളിൽ 2 പേര് സ്ത്രീകളാകണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ബില്ലിലുള്ളത്. മുസ്ലിങ്ങളെ എണ്ണം കുറച്ചു, ഉള്ളതിൽ 2 പേര് സ്ത്രീകളായിരിക്കണം. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ MP, MLA, അതുപോലെ ബാർ കൗൺസിൽ മെമ്പർമാർ, ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഇവരൊക്കെ മുസ്ലിങ്ങളാകണം എന്നാണ് നിലവിലുള്ള നിയമം. അതുപോലെ 2 പേര് സ്ത്രീകളാകണം. എന്നാൽ ഇത് ഇനി ഇവർ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള സ്വഭാവം മാറിയിട്ട് ഇതെല്ലാം ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന സംവിധാനമാണ് പുതിയ ഇതിലുള്ളത്. അവിടെയും ഇവർ മുസ്ലിങ്ങളാകണമെന്ന് നിർബന്ധമില്ല. അതായത് ഗവൺമെൻറ് തലത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ MP-മാർ, MLA-മാർ, ബാർ കൗൺസിൽ മെമ്പർമാരും മുസ്ലിങ്ങളാണ് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഷിയ, സുന്നി, ബാക്ക്വേർഡ് മുസ്ലിംസ്, ഇവർക്ക് ഓരോ പ്രതിനിധികൾ വേണം. മുസ്ലിങ്ങൾ 2 പേര് സ്ത്രീകളാകണം. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ഒക്കെ ഘടന തന്നെ അവർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ തിരികെ കയറ്റാൻ പറ്റുന്ന രീതിയിൽ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ വഖഫ് തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ട്രിബ്യൂണലുകൾ ഇപ്പോൾ ഉണ്ട്. ആ ട്രിബ്യൂണലിൽ ഒരു ജഡ്ജ് വേണം. അത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ തലത്തിലുള്ള ഒരു ജഡ്ജായിരിക്കും അതിൻ്റെ ചെയർമാൻ. പിന്നെ അതിലൊരു അഡീഷണൽ മജിസ്ട്രേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫീസർ, അഡീഷണൽ മജിസ്ട്രേറ്റിൻ്റെ പദവിയുള്ള, പിന്നെ ഒരു ഇസ്ലാമിക ശരീഅത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു പണ്ഡിതൻ വേണം. അത് മാറ്റിയിട്ട് ഇത് ജില്ലാ കോടതി തലത്തിലുള്ള ഒരാളായിരിക്കും ചെയർമാൻ. അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി തലത്തിലുള്ള ഒരാളായിരിക്കും അതിൻ്റെ കൂടെയുള്ള മെമ്പർ. മുസ്ലിം പണ്ഡിതൻ വേണമെന്നുള്ളത് അവർ ഒഴിവാക്കി. ഈ രീതിയിലാണ് ഇതിൻ്റെ പുതിയ ഘടന വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഇപ്പോൾ ബന്ധപ്പെട്ട JPC-യിലൊക്കെ എല്ലാവരും ഉന്നയിക്കുന്ന പ്രശ്നം ഇങ്ങനെയല്ലല്ലോ മറ്റ് സ്ഥാപനങ്ങൾ, മറ്റ് എൻഡോവ്മെൻറ്റ് കമ്മിറ്റികളിൽ ഈ രീതിയിലല്ല. അതിലൊക്കെ കൃത്യമായ നിയമം എപ്പോഴും അതാത് മതവിശ്വാസികളായിരിക്കണം എന്ന് തന്നെയാണ്. കർണാടക ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ് ചാരിറ്റബിൾ ഹിന്ദു, ഇതാണ് ഹിന്ദു നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതുപോലെ സിഖ് ഗുരുദ്വാര ആക്ട്, ഇതിലൊക്കെ പറയുന്നത് എല്ലാ മെമ്പർമാരും അതാത് മതവിശ്വാസികളായിരിക്കണം എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ ഒരു സംഗതി ആണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ വളരെ ശക്തമായ നിലക്കുള്ള നിയമനിർമ്മാണത്തിനോ രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങൾക്കോ ഒക്കെ അടുത്ത സമയങ്ങളിൽ ഇറങ്ങി അത് സംരക്ഷിക്കേണ്ട ഒരവസ്ഥ, അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം
നാട്ടിലുണ്ടാകേണ്ടി വരും. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയൊരു സമയമായിട്ടുണ്ട്, 5 മിനിറ്റ് ആയിട്ട് 1 മിനിറ്റ് എടുത്ത് ഞാൻ മുനമ്പം വിഷയം കൂടി എന്താണെന്ന് പറയാം. മുനമ്പം വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പുതിയ വിഷയം കൊണ്ട് അധികം ആളുകൾക്കും അത് വായിച്ച് പരിചയം ഉണ്ടാവും. ഫറൂഖ് കോളേജിന് വേണ്ടി 1950 വഖഫായിട്ട് ആ ആധാരത്തിൽ കൃത്യമായിട്ട് വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1948 അവർക്ക് തീര് കിട്ടിയ ഉടമസ്ഥന് തീര് കിട്ടിയ വസ്തു 1950 വഖഫാധാരം ചെയ്തു. ഇപ്പോൾ ചിലർ പറയേണ്ടത് ദാനമാണ്, അല്ലെങ്കിൽ അത് പാട്ടത്തിന് എടുത്തിരുന്നു എന്ന് പറയുന്നവർ തന്നെ അതിന് പിന്നെ തീരാധാരം ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുത്തവല്ലി ആയ അല്ലെങ്കിൽ അതിൻ്റെ കൈകാര്യക്കാരായ അത് സംരക്ഷിക്കേണ്ടിയിരുന്ന പിന്നെ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി. അതിന് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ വരുമ്പോൾ അവിടെ അവർ പറയാൻ ശ്രമിക്കുന്നത് തീരാണ്, അത് വഖഫല്ല എന്നാണ്. വഖഫാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാർ ഇപ്പോൾ പറയണത് അത് വഖഫല്ല എന്നാണ്. അവരെ ദാനം തീരാണ് എന്ന് സ്ഥാപിക്കാനാണ് കോടതിയിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഏതായിരുന്നാലും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് വഖഫ് ബോർഡ് ചെന്നിട്ട് ഇത് ഞങ്ങളുടെ സ്വത്താണ് ഒഴിഞ്ഞു തരണമെന്ന് പറയല്ല, മറിച്ച് നേരത്തെ മുതൽ അവിടെ തർക്കം നിലനിൽക്കുന്നുണ്ട്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 2007 പിന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരുപാട് വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ VS അച്യുതാനന്ദ മന്ത്രിസഭ പാലോളി വഖഫ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരു MA നിസാർ കമ്മീഷനെ നിശ്ചയിച്ചു കേരളത്തിലെ വഖഫിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. അവർ പഠിച്ചിട്ട് 600 ഏക്കർ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത വഖഫിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാടുണ്ടാവും ഇപ്പോഴും. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ 600 ഏക്കർ അന്യാധീനപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുനമ്പത്തെ ഭൂമി. അതവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ് വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് വഖഫ് ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന അതിൻ്റെ കരം വാങ്ങുന്നതൊക്കെ തടഞ്ഞു. പിന്നെ അത് കേസായി 2016 ഹൈക്കോടതി അത് തിരിച്ചെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ചാണ് കേസ് വന്ന 2019 അത് വഖഫ് ബോർഡിൽ 2019 രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ അതിനെ എതിർക്കുന്ന ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത് 2019 വഖഫ് ബോർഡ് ഈ സ്വത്തൊക്കെ വഖഫായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയല്ല, അതിൻ്റെ 950 ആധാരം മുതൽ തന്നെ അത് വഖഫാണ്. അപ്പോൾ അത് സംബന്ധിച്ചും ഇപ്പോൾ പിന്നെ കുറേ ആളുകളത് ഭൂമി പണം കൊടുത്ത് വാങ്ങിയെന്ന് പറയുന്നത് ഈ ഫറൂഖ് കോളേജ് കമ്മിറ്റി ഏൽപ്പിച്ച പവർ ഓഫ് അറ്റോണി കൊടുത്ത് ഏൽപ്പിച്ച 2 വക്കീലന്മാർ അത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പല ആളുകൾക്കും വിറ്റു എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കുറച്ച് താമസക്കാർ കുടികിടപ്പുകാരും മുമ്പ് മുതലേ ഉണ്ട്, അതും ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ആ ഭൂമിയുടെ ഭൂരിഭാഗവും പല ആളുകളും രേഖകളൊന്നുമില്ലാതെ അന്യാധീനപ്പെടുത്തി കൈവശപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നിലവിൽ പണം കൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകൾ അവിടെ നിന്ന് പുറത്താക്കാം എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും. പക്ഷേ വഖഫ് ഭൂമി വിൽക്കാൻ പാടുണ്ടോ? വഖഫ് ഭൂമി വിൽക്കാൻ ചില സാഹചര്യങ്ങളിൽ പറ്റും. അതായത് ആ വഖഫിൻ്റെ ഉദ്ദേശം ആ ഭൂമി കൊണ്ട് നടക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത് വിറ്റ് ആ ലക്ഷ്യം നേടാവുന്ന മറ്റു വഖഫുകളിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ മാത്രമാണ് വഖഫ് സ്വത്ത് വിൽക്കാൻ അനുവാദമുള്ളത്. പക്ഷെ ഇവിടെ അതൊക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിന് അവരുടെ പക്കലുള്ള കാരണങ്ങളും ന്യായങ്ങളും നമുക്കറിയില്ല. ഏതായിരുന്നാലും നിലവിൽ പിന്നെ വഖഫായി രേഖകളുള്ള സ്വത്ത് അത് വഖഫായിട്ട് തന്നെ തിരിച്ചു കിട്ടലും അത് രേഖ ഇല്ലാതെ കൈവശം വെച്ച ആളുകളും തിരിച്ചു വാങ്ങലും, എന്നാൽ നാട്ടിലെ നിയമത്തിൻ്റെ പഴുതുകളിൽ അവർ സ്വാഭാവികമായി പണം കൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകൾ വഖഫിൻ്റെ പേരിൽ സമൂഹത്തിൽ അവരുടെ സ്വത്തുനിന്ന് ഇറക്കി വിട്ടിട്ട് സമൂഹത്തിൽ വലിയ പ്രയാസങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനം അതിലുണ്ടായിട്ടുള്ള പുരോഗതി നമുക്കറിയാം. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിശ്ചയിച്ചിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ അവരോട് പഠിച്ച് റിപ്പോർട്ട് പറയാൻ ആവശ്യം. പക്ഷേ അതിലൊക്കെ വഖഫിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൻ്റെ പിന്നെ നിർദ്ദേശങ്ങളിൽ കാണുന്നു. പക്ഷേ ഈ സ്വത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കാനും അതിൻ്റെ പിന്നെ രേഖകൾ പരിശോധിക്കാനൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലുള്ളൊരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സമാധാനപരമായ സമൂഹത്തിൽ കുഴപ്പങ്ങൾക്ക് കാരണമാകാത്ത, എന്നാൽ വഖഫിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നല്ല ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും സംഘടന എന്നുള്ള നിലക്കും വ്യക്തികൾ എന്നുള്ളതൊക്കെ അത്തരം നീക്കങ്ങളുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സന്ദർഭത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ കൂടെ ഈ വഖഫിൻ്റെ പുണ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെറുതോ വലുതോ ആയ വഖഫുകൾ നിലനിർത്താൻ വേണ്ടി, അത് നിർവഹിക്കാൻ വേണ്ടി, നിലനിർത്താനും വേണ്ടിയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് പരിശ്രമിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.